അനിരുദ്ധ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ ചില സമയത്ത് ChatGPT-നെയൊക്കെ ആശ്രയിക്കാറുണ്ട് എന്നുള്ളത്. അപ്പൊ ഏറ്റവും പുതിയ കാലത്തെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണോ ചേട്ടൻ? 2000 കാലഘട്ടത്തിൽ ഇവിടെ മലയാളത്തിൽ സിദ്ദിഖ് സാറ് പറഞ്ഞു വരുമ്പോൾ ഈ ഏറ്റവും പുതിയ സാധ്യതകൾ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു, പക്ഷെ അയാൾ ഇവിടെ വേണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ചെന്നൈയിലേക്ക് പോകുന്ന ഒരു യാത്ര പോലും? അത് ഓരോ കാലഘട്ടത്തിൽ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും. ഇപ്പം പണ്ട് ഞാൻ ചിരി ചിരിയോ എന്നുള്ള പാട്ടിൽ ഷാബ ഓ ബല്ലെ ബല്ലെ ഷാബ ഹോയ് ഹോയ് എന്നുള്ളൊരു കോറസ് ഉണ്ട്. ഇതും ഒരു സാമ്പിളാണ്. ഇതാരും പഞ്ചാബികൾ പറഞ്ഞതല്ല. അത് നമ്മളൊരു കീ ഞെക്കുമ്പോൾ ഷാബ ഓ ബല്ലെ ബല്ലെ ഷാബ ഹോയ് ഹോയ് എന്നിട്ട് അതിനെ ഞാനെടുത്ത് ഈ ബീറ്റിൻ്റെ കൂടെ ഇട്ട് ഇതൊക്കെ ചെയ്തു വന്നതാണ്. ഈ സാമ്പിൾ എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾ മുമ്പേ ഉള്ള സാമ്പിളാണ്. പഞ്ചാബി പാട്ടുകളിൽ മാത്രം ഇടുന്നത്, കാരണം മലയാളം പാട്ടിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സാമ്പിൾ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ഈ ടെക്നോളജി യൂസ് ചെയ്യുന്ന ലോക്കൽ മ്യൂസീഷ്യൻസ് കേരളത്തിലുള്ളത് പുച്ഛിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് പഴയ സാമ്പിൾസാണ്, അതൊക്കെ എടുത്തിട്ടിരിക്കുക. അപ്പം ഈ പഴയ സാമ്പിൾസ് എന്തുകൊണ്ട് ഇവരൊക്കെ എടുത്തിട്ടിട്ട് എവിടെ എത്തിയില്ല? കാരണം അത് ഇടേണ്ട അടുത്ത് കറക്റ്റായിട്ട് ബുദ്ധിപൂർവ്വം ഇട്ടാൽ അത് ഏൽക്കും. സാമ്പിൾസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ചെയ്യാമെന്ന് വിചാരിച്ച് എന്തുകൊണ്ട് ഇവരാരും ചെയ്തില്ല? അല്ലെങ്കിൽ ഇവർ ചെയ്തത് എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല? അതിനും വേണം ഒരു ബുദ്ധി. അപ്പം AI ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ കംപ്ലീറ്റ് AI ആണെന്ന് വിചാരിച്ചില്ല. കാരണം ഈ AI തന്നെ യൂസ് ചെയ്യാൻ അതിന് വേണം നമുക്കൊരു തല. ഇത് തന്നെയായിരുന്നു പണ്ട് ഞാൻ വന്ന കാലത്തും ഉണ്ടായത്. എല്ലാ കാലത്തും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ടെക്നോളജി മാറി കംപ്ലീറ്റ് കമ്പ്യൂട്ടറിൽ VST എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് വന്നു. ഇതിൽ നമ്മൾ സ്ട്രിങ്സ് വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കണ്ണും പൂട്ടി കേട്ട് കഴിഞ്ഞാൽ ഹോളിവുഡ് മാതിരി തോന്നും. എന്നാൽ ഈ സ്ട്രിങ്സിൻ്റെ കൂടെ നമ്മൾ ലൈവ് വായിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും വലുതാവും. നമ്മളൊരു 100 പേരെ വായിപ്പിക്കുന്നതിന് പകരം ഒരു 16 പേരെ ലൈവ് വിളിക്കുക, ബാക്കി ഈ സാധനം ഇടുക. ആ 16 പേര് വന്നാലേ ഇത് വലുതാവുള്ളൂ. ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോൾ ഒരു ഗിറ്റാർ ആണെങ്കിൽ തന്നെ കീബോർഡിൽ ഒരു ഗിറ്റാർ വായിക്കുന്നതും ഒരു ഗിറ്റാർ ലൈവ് മൈക്ക് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇതെല്ലാം വരുമ്പം ആക്ച്വലി ഹയർ റെസൊല്യൂഷനിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിനെ മിക്സ് ചെയ്ത് വരുമ്പം മ്യൂസിക് ഈസ് ബിക്കമിങ് വെരി ബിഗ് ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. ഈ ബിഗ്നെസ് തോന്നുന്നത് അതിൽ സോളുണ്ട്, നമ്മൾ ഈ വായിക്കുന്ന പോലെ അല്ലാതെ. ചില ആൾക്കാർ പറയും നല്ല പ്രോഗ്രാമേഴ്സ് ആണെങ്കിൽ വായിച്ചതാണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല, ശരിയായിരിക്കാം. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യുമ്പം ഇത് നമുക്ക് സാമ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ AI ആയിട്ട് കിട്ടുമ്പോൾ ഇതെല്ലാം കംപ്രസ്ഡ് ആണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് ചെറുതാവുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഇതൊക്കെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുമ്പം അതിൻ്റെ വലുപ്പം ഉണ്ടാവും. അത് അറിയണമെങ്കിൽ ആ ലൈവ് എന്നുള്ളൊരു സംഭവം നിൽക്കരുത്, അതൊരു സൈഡിൽ കൂടി പോകണം. ഇതൊക്കെ യൂസ് ചെയ്യുന്നവർ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും എന്നാലും മറ്റേതെന്താ എന്തോ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാവും കാലത്തിനനുസരിച്ച് ഓരോന്ന് വരുന്നതിനെ നമ്മൾ വെറുതെ പേടിച്ച് പുച്ഛിച്ചിരുന്നിട്ട് കാര്യമില്ല.